ഇവിടെയിൽ ഫർദർ വാർ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ അമേരിക്ക ഇറാന് ഭീഷണി മുഴക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ 2-3 തീരുമാനങ്ങൾ നടപ്പിലാകുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ആരാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇയാളെ ഇപ്പോൾ ഇറക്കി വിട്ടത് അമേരിക്കയാണോ ഇല്ലെങ്കിൽ ഇറാനാണോ എന്നുള്ളത് തന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു 2 ആഴ്ചത്തേക്ക് കൂടി ഡെഡ് ലൈൻ ഒന്ന് നീട്ടി വെക്കണം, പോസ്റ്റ്പോൺ ചെയ്യണം. ഞാൻ എൻ്റെ ഇറാനിയൻ സഹോദരങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവർ ഒരു 2 ആഴ്ചത്തേക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഇറാൻ്റെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ആഴ്ചത്തേക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു പ്രശ്നവും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു വാഗ്ദാനം ഷഹബാസ് ഷെരീഫ് പറയുന്നുവെങ്കിൽ ഇറാന്റെ കൺസെന്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇല്ലാതില്ല. സ്വമേധയാ ഇങ്ങനെ ഒരു വാഗ്ദാനം പറയാൻ പറ്റില്ല. അപ്പം ഇറാൻ പാകിസ്ഥാനെ വെച്ച് കളിക്കുന്നതാണോ എന്നുള്ള ഡൗട്ടും കൂടിയുണ്ട്. അതേസമയം ട്രംപിന്റെ സൈഡിൽ അതായത് ഇത്രത്തോളം പ്രഷർ ഇട്ടിട്ടും ഇറാൻ ആണെന്നുണ്ടെങ്കിൽ വഴങ്ങുന്നില്ല. ആ സാഹചര്യത്തിൽ ഷഹബാസ് ഷെരീഫിനെ വെച്ചിട്ട് ഒരു ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. പൊതുവിൽ ഒരു ദിവസം കൊണ്ട് ഇറാനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും ഷഹബാസ് ഷെരീഫിന്റെ ഈ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഇത് 2 പേർക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എനിവേ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ആരുടെ സൈഡിൽ നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വരും. കാരണം ഇപ്പം നിലവിൽ ഷഹബാസ് ഷെരീഫ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ്, ഇത് എവിടെ നിന്ന് വന്നു, ഈ സ്റ്റേറ്റ്മെന്റിന് ഉത്തരവാദി ആരാണ്, എന്തിന്റെ ബലത്തിലാണ് ഷഹബാസ് ഷെരീഫ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഈ വിഷയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അത് പല ഓപ്ഷൻസ് ഉണ്ട്. പല ഓപ്ഷൻസ് ഇപ്പം അമേരിക്കയുടെ മുന്നിലും ഇറാന്റെ മുന്നിലും വരുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഓവറോൾ 16 റെയിൽവേ ബ്രിഡ്ജുകൾ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ തകർത്തിട്ടുണ്ട്. കാരണം പറയുന്നത് ഈ റെയിൽവേ ബ്രിഡ്ജുകളെല്ലാം തന്നെ IRGCയുടെ മിസൈൽ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ IRGC ബസിജ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്. അപ്പോൾ അത് റെയിൽവേ ബ്രിഡ്ജും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ റെയിൽവേ ബ്രിഡ്ജുകൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇത് സെക്കൻഡ് ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെമോളിഷൻ എന്നാണ് ഇത് കരുതപ്പെടുന്നത്. ഇറാനും അതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. അതേപോലെ കാനഡ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സിവിലിയൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേളിൽ നടക്കുന്ന അറ്റാക്കിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവരുടെ നിലപാട്. ഇപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കാനഡയൊന്നും ഈ യുദ്ധത്തിന്റെ ഭാഗമല്ല. കാനഡ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് അമേരിക്കയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്ന ടീമല്ലല്ലോ. ആ സ്റ്റേക്ക് ഒന്നും കാനഡ എടുക്കുന്നില്ല. പിന്നെ ഈ പ്രസ്താവനകൾക്കൊക്കെ എന്താണ് പ്രസക്തി എന്ന് പറഞ്ഞാൽ UN ഒരു റെസൊല്യൂഷൻ വരുമ്പോഴത്തേക്കും അവിടെ വോട്ടിങ്ങിൽ ഒരു മെജോറിറ്റി കിട്ടാതെ പോകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയ്ക്ക്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പം എത്രമാത്രം UN അമേരിക്ക ഇറാനെതിരെ റെഫറൻഡം കൊണ്ടുവന്നാലും റഷ്യയും ചൈനയും കൂടി ചേർന്നിട്ട് അതിനെ വീറ്റോ ചെയ്ത് തള്ളിക്കളയും. പക്ഷേ അമേരിക്ക ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അമേരിക്ക UN തന്നെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 10,000 റെഫറൻഡം കൊണ്ടുവന്നാലും അത് പാസ്സായാലും പാസ്സായില്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 0 ഇമ്പാക്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഒരു വിധത്തിലുള്ള ചർച്ചയും അമേരിക്കയുമായിട്ട് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു പ്രശ്നമുണ്ട്. ഇറാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാളും ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള നെഗോസിയേഷനും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് ഇറാന്റെ കള്ളത്തരങ്ങൾ പുറത്തു വരികയാണ്. കാരണം എന്താണ്? അപ്പൊ ഇതിനു മുമ്പ് ഇൻഡയറക്റ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറാനിയൻ ടെലിവിഷൻ ഈ പ്രസ്താവന പിൻവലിക്കുകയാണ് ചെയ്തത്. ഇനി അത് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. പക്ഷെ അതേസമയം മസൂദ് പെസസ്കിയാൻ ഒരു ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നുണ്ട്. മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് IRGC ആണ് ശരിക്കും ഈ നെഗോസിയേഷൻ മുന്നോട്ട് പോകാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഇറാന്റെ ഉള്ളിൽ അമേരിക്ക നെഗോസിയേഷൻ നടത്തുന്നത് IRGCയുമായിട്ടല്ല. ഇത് നമ്മുടെ വാർത്തയിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളം മെയിൻ സ്ട്രീം മീഡിയ ഈ വിഷയം സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇറാന്റെ ഉള്ളിലുള്ള വിഷയം നമ്മുടെ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല. ഇത് ഞാൻ ആവർത്തിച്ച് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗോസിയേഷൻ നടക്കുന്നത് IRGCയുമായിട്ടല്ല, പൊളിറ്റിക്കൽ വിങ്ങുമായിട്ടാണ് നെഗോസിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കൽ വിങ്ങും IRGCയും തമ്മിൽ വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് ഒരു സൈക്കോളജിക്കൽ ത്രെട്ട് ആണ് എന്നുള്ളൊരു ഫീലാണ് ഇറാനുള്ളത്. അതുകൊണ്ടാണ് ഇറാൻ ട്രംപിനെ ഇങ്ങനെ മോക്ക് ചെയ്യുന്നത്.
JD വാൻസിനെ യൂറോപ്പിലേക്ക് അയച്ചപ്പോൾ, JD വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ്, JD വാൻസിനെ യൂറോപ്പിലേക്ക് അയച്ചപ്പോൾ എന്തിനാണ് JD വാൻസ് യൂറോപ്പിൽ പോയതെന്ന് പറഞ്ഞാൽ അവിടെ യൂറോപ്പിനും അമേരിക്കയും തമ്മിൽ ഒരു ചെറിയ കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. സംഭവം ഹംഗറിയിൽ ഇലക്ഷൻ വരുന്നുണ്ട്. വിക്ടർ ഓർബൺ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് വിക്ടർ ഓർബണിനെ അനുകൂലിച്ചുകൊണ്ട് വിക്ടർ ഓർബൺ വീണ്ടും ഹംഗറിയിൽ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഹംഗറിയിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകും, അമേരിക്ക ഹംഗറിയോടൊപ്പം നിൽക്കും എന്നുള്ള തരത്തിലൊരു വാഗ്ദാനം, ആ ഒരു ഉറപ്പ് കൊടുക്കാനാണ് JD വാൻസ് അവിടെ പോയത്. പക്ഷെ അവിടെ പോയിട്ട് JD വാൻസ് വിക്ടർ ഓർബണിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പ്രസ്താവനകളും പുറപ്പെടുവിച്ചില്ല. ഒബ്വിയസ്ലി വിക്ടർ ഓർബണിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളല്ല അവിടെ JD വാൻസ് നടത്തിയത്. JD വാൻസ് അവിടെ ഇറാനെ കുറിച്ചുള്ള പരാമർശങ്ങളും വേണ്ടി വന്നാൽ ഇറാന് ഞങ്ങൾ ഇതുവരെ ഇറക്കാത്ത കാർഡിറക്കി കളിക്കും എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് JD വാൻസ് അവിടെ പറഞ്ഞത്. ഇത് ഒരു പരിധിവരെ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കി. JD വാൻസ് യൂറോപ്പിൽ നിന്നും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ക്ലാരിഫിക്കേഷൻ വൈറ്റ് ഹൗസിൽ നിന്നാണ് വന്നത്. വൈറ്റ് ഹൗസിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്നത് അണുവായുധ പ്രയോഗമൊന്നും നടത്താൻ പോകുന്നില്ല, അതായത് ഒരു ദിവസം കൊണ്ട് ഇറാനെ തൂത്തുപറക്കി കളയും എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ഗ്ലോബലി തന്നെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അത് വളരെ റോങ് ആയിട്ടുള്ള പ്രസംഷനാണ്. അമേരിക്ക ഒരിക്കലും ഇനി ഒരു അണുവായുധം വെച്ചുള്ള ഒരു കളി നടത്താൻ പോകുന്നില്ല, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഉക്രൈനും റഷ്യയും തമ്മിൽ എത്രത്തോളം അടി നടക്കുന്നുണ്ട്? എവിടെയെങ്കിലും റഷ്യ അണുവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പണല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ജസ്റ്റ് ഒരു ഡിറ്ററൻസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം, ഒരു ഡോമിനൻസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം, ഒരു സെക്യൂരിറ്റി അതിന് വേണ്ടിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു വേൾഡിൽ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് അതിനെ ഒരു മിലിറ്ററി ഡിറ്ററൻസ് ആയിട്ട്, ഒരു ഡിഫൻസ് ഡിറ്ററൻസ് ആയിട്ട് നമുക്ക് അതിനെ കീപ്പ് ചെയ്യാം. കൺവെൻഷണൽ മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമല്ല അണുവായുധം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള വാർത്തകളും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വാർത്തകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഓർത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളൊന്നും അതിനെക്കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. ഇത് അണുവായുധ പ്രയോഗം അമേരിക്കയോ ഇസ്രായേലോ ഒരിക്കലും നടത്താൻ പോകുന്നില്ല. രണ്ടാമത്, ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട്. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ ചുറ്റി ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ സറൗണ്ടിങ്ങിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലും അമേരിക്കയും നടത്തുമ്പോഴും ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്കറിയാം അതിൽ നിന്നും റേഡിയേഷൻ ലീക്കായി കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ സറൗണ്ടിങ് റേഡിയസിൽ ഈ റേഡിയേഷൻ ഇമ്പാക്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയായാലും ഇസ്രായേലായാലും ഈ ആണവായുധം പ്രയോഗിക്കാൻ പോകുന്നില്ല. ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് മേളിൽ കറക്റ്റായിട്ട് ആ പോയിന്റിൽ ഹിറ്റ് ചെയ്യാനും പോകുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കിക്കോണം. കാരണം സറൗണ്ടിങ്ങിലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് റേഡിയേഷൻ ഇമ്പാക്ട് ഉണ്ടാവും, സാധ്യത പോലുമല്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഹിറ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് ഫേക്ക് ന്യൂസുകളൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇറാൻ കുറെ സ്ഥലങ്ങളിലേക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ ഉള്ളിലെ ടെല്ലവീവിലെ റെയിൽവേ ബ്രിഡ്ജ് 431, റിഷോൺ ലീസിയോൺ എന്ന് പറഞ്ഞ ലൊക്കേഷൻ, യാർക്കോൺ റെയിൽവേ ബ്രിഡ്ജ്, ടെല്ലവീവ്, ഇത്രയും സ്ഥലങ്ങളെയും ടാർഗറ്റ് ചെയ്യും, അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിലേക്ക് ഇറാൻ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. ഇത്രയും സ്ഥലങ്ങൾ. UAE-യിലേക്കാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ് അബുദാബി, അത് ഇറാന്റെ ലിസ്റ്റിലുണ്ടെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്യും എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സൗദിയിലാണെന്നുണ്ടെങ്കിൽ കിങ് ഫഹദ് കാസ്വേ, ഈ കിങ് ഫഹദ് കാസ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൗദി അറേബ്യയെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ ബഹ്റൈൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഐലൻഡ് ആയിട്ട് മാറിത്തീരും. ബഹ്റൈൻ ഒരു ഐലൻഡ് തന്നെയാണ്. അത് നിലവിൽ ഈ ഒരു ബ്രിഡ്ജ് ത്രൂ ആണ് സൗദി അറേബ്യയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്യും എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയാദ് ജദ്ദ ലാൻഡ് കോറിഡോർ അതും തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളാണ് ഇറാൻ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിലാണ് അവർ ഈ സ്ഥലങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ ഹൂത്തികളെ അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. ഹൂത്തികളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബാബൽ മന്ദേപ്പിൽ റെഡ് സീ ത്രൂ നടക്കുന്ന ചരക്ക് നീക്കം തടയാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവും പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാബൽ മന്ദേബ്. പിന്നെ കാർഗ് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഈ കാർഗ് ഐലൻഡ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ കാർഗ് ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ഏരിയ ആയിട്ടാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ആദ്യം സൂം ചെയ്ത് കാണിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും ഇറാന്റെ 90% ഓയിൽ എക്സ്പോർട്ട് നടക്കുന്നത്. ആ മേഖലയാണ് ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഒരു എയർ ബേസ് ഉണ്ട്, ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡ് ഇപ്പം ഞാൻ കാണിക്കുന്ന പൊസിഷനിലുള്ളത്, ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷനിലുള്ളതെന്ന് വെച്ചാൽ അത് അവരുടെ മിലിറ്ററി ബേസ് ആണ്. IRGCയുടെ മിലിറ്ററി ബേസുകളാണ്.
അപ്പം ഇതിനു മുമ്പ് കാർഗ് ഐലൻഡിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത് ഈ മിലിറ്ററി ഏരിയ കേന്ദ്രീകരിച്ചാണ്. ഇനിയിപ്പോൾ കാർഗ് ഐലൻഡിൽ അറ്റാക്ക് നടത്തുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ എയർ സ്ട്രിപ്പിന്റെ സൈഡ് അറ്റാക്ക് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ കാർഗ് ഐലൻഡിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ പല വാർത്താ മാധ്യമങ്ങളിലും കാർഗ് ഐലൻഡിൽ അറ്റാക്ക് നടത്തി ഇസ്രായേൽ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും സാറ്റലൈറ്റ് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ അറ്റാക്ക് നടന്നതായിട്ടുള്ള സൂചനകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെമോളിഷന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അറ്റാക്കിംഗ് മെത്തേഡ് ആ മാതൃകയിലായിരിക്കും. ഒരു സൈഡിൽ അമേരിക്ക നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സൈഡിൽ ഇസ്രായേൽ അവരുടെ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ ഇറാന്റെ ഉള്ളിൽ ഡിസ്ട്രക്ഷൻസ് വരുത്താൻ കഴിയുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പല നിർണായക മേഖലകളിലും കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. പിന്നെ ജെ ഡി വാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഈ ജെ ഡി വാൻസ് വിക്ടർ ഓർബനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹംഗറിയിലേക്ക് വിക്ടർ ഓർബനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ പ്രചാരണത്തിനാണ് ജെ ഡി വാൻസ് ഹംഗറിയിൽ എത്തിയത്. അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിനും ഉക്രൈനും അതിൽ വിയോജിപ്പുണ്ട്. കാരണം ഉക്രൈനും യൂറോപ്പും വിക്ടർ ഓർബനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചിട്ട് യൂറോപ്യൻ യൂണിയനെയും അതേപോലെ ഉക്രൈനെയും അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ വിജയിപ്പിച്ച് കൊണ്ടുവരണമെന്നാണ് ഉക്രൈനും യൂറോപ്യൻ യൂണിയനും ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്, വിക്ടർ ഓർബനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഈ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഡെമോക്രാറ്റിക് രാജ്യങ്ങൾക്ക് ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് ഘോര സംസാരിക്കുന്ന, അതിനുവേണ്ടി നിലപാടെടുക്കുന്ന യൂറോപ്യൻസ് അവര് എല്ലാ രാജ്യങ്ങളുടെ ഇലക്ഷനിലും അവർ ഇടപെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പ് മോൾഡോവ നമ്മൾ കണ്ടതാണ്, സ്ലോവാക്യ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ പല രാജ്യങ്ങളും നമുക്ക് എണ്ണി പറയാൻ കഴിയും. ഇതേ ഉക്രൈനിലെ സെലൻസ്കിയെ യൂറോപ്പ് സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഈവൻ ഉക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇലക്ഷനിൽ ഇടപെടുക എന്നുള്ളത് യൂറോപ്യൻ യൂണിയന്റെ അൺഒഫീഷ്യലായിട്ട് അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് മാറിത്തീർന്നിരിക്കുന്നതാണ് ഈ ഇലക്ഷനിൽ ഇടപെടുക എന്നുള്ളത്. അപ്പൊ അവർ ഇലക്ഷനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജെ ഡി വാൻസ് അവിടെ പോയിട്ട് വിക്ടർ ഓർബന് വേണ്ടിയിട്ട് സ്പീച്ച് കൊടുക്കുന്നു എന്നുള്ളതിൽ ഇവർക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഹംഗറിയിലെ ഇലക്ഷനിൽ ഇടപെടുന്നു, അങ്ങനെ യൂറോപ്പിന്റെ ഇലക്ഷനിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വാദമാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. ഇത് എന്ത് തരത്തിലുള്ള വിരോധാഭാസമാണെന്ന് എനിക്കറിയത്തില്ല. കാരണം പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ ഇലക്ഷനിലും ഇടപെടുന്നത് യൂറോപ്യൻ യൂണിയനാണ്. അമേരിക്ക വിക്ടർ ഓർബന് വേണ്ടിയിട്ട് ഒരു സ്പീച്ച് കൊടുക്കാൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. കാരണം അമേരിക്കയ്ക്ക് ഹംഗറിയുടെ ഉള്ളിൽ നടക്കുന്ന ഇലക്ഷനെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല. അവർക്ക് ജസ്റ്റ് അമേരിക്കയുടെ സപ്പോർട്ട് വിക്ടർ ഓർബൻ ഉണ്ട് എന്നുള്ളതൊന്ന് ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജെ ഡി വാൻസ് അവിടെ എത്തിയത്. തുർക്കിയുടെ ഉള്ളിൽ ഇന്നലെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമാണ്. അവിടെ ശരിക്കും ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഒരു പ്രതിഷേധം രൂപപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 2-3 പേര് തോക്കെടുത്തുകൊണ്ട് തുർക്കിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ എംബസിക്ക് നേരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥർ തിരിച്ചു വെടിവെച്ചു, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്നത് ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന പരിപാടി എന്നാണ് അവർ ആരോപിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തുർക്കി ഈ വെടിവെക്കാൻ പോയവന്മാരെ തീവ്രവാദികൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. തുർക്കിയുടെ നിലപാട് വളരെ ഗ്ലൂമിയാണ്. ഒരു സൈഡിൽ ISISകാരെ അവർ സംരക്ഷിക്കുന്നുണ്ട്, ഹമാസിനെ സംരക്ഷിക്കുന്നുണ്ട്, മറ്റൊരു സൈഡിൽ ഗാസയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, മറ്റൊരു സൈഡിൽ ഇസ്രായേലിനോടൊപ്പം നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെതിരെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നവരെയും അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിലാണ് തുർക്കിയുടെ നിലപാട്. എനിവേ അവരുടെ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് ഉമ്മത്ത് തന്നെയാണ്. അപ്പൊ അതിൽ യാതൊരു മാറ്റമില്ല. അവർ ആ രീതിക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ അൽ ബറാസ് പ്രൊവിൻസിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിൽ IRGCയിൽപ്പെട്ട 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ആ അൽ ബറാസ് എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയതായിട്ടും അതിൽ IRGCയുടെ ഒരു സീനിയർ കമാൻഡർ, ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി മൊഹസിൻ ഷഹ്ബാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇറാൻ ഈ മൊഹസിൻ ഷഹ്സാദിന്റെ എലിമിനേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 12 പേര് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള വാദം. പക്ഷേ ഒരാളുടെ എലിമിനേഷൻ മാത്രമാണ് ഇറാൻ കൺഫേം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അവിടെ അറ്റാക്ക് നടത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം ഒരു പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്ത് ഏതാണ്ട് മിഡ് നൈറ്റ് 12:30-1 മണി ആ ഒരു ടൈമിൽ ഷഹബാസ് ഷെരീഫ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ്
ഞാൻ ഇതിന് മുമ്പുള്ള പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പം തന്നെ എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു ഇത് അമേരിക്കയുടെ കളിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നേരം വെളുക്കുന്ന സമയത്ത് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും അടുത്ത ട്രംപിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രസ്താവന വരികയാണ്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച 15 പോയിന്റുകളിൽ 10 പോയിന്റ് അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക ഈ സീസ് ഫയറിന് തയ്യാറാവുകയാണ് 2 ആഴ്ചത്തേക്ക്. ഇതിൽ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ട്രംപ് പോസ്റ്റ് ചെയ്ത അതേ സംഗതി എടുത്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഷഹബാസ് ഷെരീഫും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ട്രംപ് പാകിസ്ഥാനെ ഒരു കളിപ്പാവയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും ഒരു എക്സിറ്റ് പ്ലാനിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തികച്ചും ഷഹബാസ് ഷെരീഫിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം പുറത്തു വന്ന ആ ഒരു സാഹചര്യത്തിൽ എടുത്ത വീഡിയോ ആണ്. അത് ഞാൻ രാവിലെ ഒരു 5 മണിക്ക് പബ്ലിഷ് ചെയ്യാനിരുന്ന സമയത്താണ് വീണ്ടും ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറക്കുന്നത്. അതിനെ തുടർന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തേണ്ടി വന്നതുകൊണ്ട് ഈ പോർഷൻ അഡീഷണൽ ഷൂട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തികച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ബ്രീഫ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ആഴ്ചത്തെ സീസ് ഫയറിന് ഇസ്രായേൽ ഓക്കെ പറഞ്ഞിട്ടില്ല. ഇനി ഇറാന്റെ ഉള്ളിൽ IRGCയുടെ സൈഡിൽ നിന്നും ഇതിന് സമ്മതം കിട്ടിയിട്ടില്ല. IRGCക്കും അതേപോലെ ഇറാന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ വിങ്ങിന് തമ്മിൽ തർക്കമുണ്ട്. അബ്ബാസ് അരക്ചി, ഇറാന്റെ പൊളിറ്റിക്കൽ വിങ് ഹാൻഡിൽ ചെയ്യുന്ന ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരക്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 10 പോയിന്റ്, ഇറാന്റെ 10 കണ്ടീഷൻ, അമേരിക്ക ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ സീസ് ഫയർ എന്നാണ് പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ച് ഒരു വാക്ക് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ തികച്ചും അവഗണിച്ചുകൊണ്ട് ഒരു എക്സിറ്റ് പ്ലാൻ, ഈ യുദ്ധത്തിൽ നിന്നും ഒരു എക്സിറ്റ് പ്ലാൻ തിരയുന്നതായിട്ടാണ് ഇപ്പം ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സീസ് ഫയർ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് വീണ്ടും ഇറാൻ ക്ലസ്റ്റർ വാർ ഹെഡുകൾ അയച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക്. അതുപോലെ ട്രംപും ഷഹബാസ് ഷെരീഫും എഴുതിയ ട്വീറ്റിൽ ലെബനാനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും നിർത്തും 2 ആഴ്ചത്തേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ ഇസ്രായേലിന് വളരെയധികം കൺസേൺ ഉണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നലെയും ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ സൈഡിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇസ്രായേൽ ഇപ്പൊ തന്നെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. സിറ്റുവേഷൻ ഇറാന്റെ ഉള്ളിൽ 2 ചേരികളായിട്ട് IRGCയും പൊളിറ്റിക്കൽ വിങ്ങും രണ്ടും 2 ചേരികളിൽ നിലനിന്നുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെയും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനും അമേരിക്കയും കൂടി ചേർന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ട്വീറ്റിൽ, അതായത് 2 വീക്സ് സീസ് ഫയർ എന്നുള്ള ആ ഒരു ട്വീറ്റിൽ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢതകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇന്നലെ ഇറാന്റെ ഉള്ളിലേക്കുള്ള ആക്രമണങ്ങളിൽ ഏതെങ്കിലും കുറവ് വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല. അവിടെ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിലേക്ക് നടത്തിയത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ സീസ് ഫയർ യഥാർത്ഥത്തിൽ ഒരു സീസ് ഫയർ ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും യുദ്ധം ആളിക്കത്താനുള്ള ഒരു മരുന്നാണോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇപ്പം നിലവിലെ വാർത്തകളൊക്കെ വരും, സീസ് ഫയർ ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരും. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. കാരണം ഇതിന്റെ പുറകിൽ ഒരുപാട് ബാക്ക് ആൻഡ് ഫോർത്ത് റിസോൾവ് ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ആ വിഷയങ്ങളിലേക്കൊക്കെ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെയും അതുപോലെ IRGCയുടെയും അതുപോലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ എന്താണ്, അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ്, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. ഇറാന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഈ സീസ് ഫയർ പ്രഖ്യാപനത്തെ ഒരു കീഴടങ്ങലായി, അമേരിക്കയുടെ ഒരു കീഴടങ്ങലായിട്ടാണ് ഇറാനിലെ IRGC കണക്കൂട്ടുന്നത്. IRGCയെ അനുകൂലിക്കുന്ന ആൾക്കാർ വലിയ ആഘോഷത്തിലാണ് ഇറാന്റെ ഉള്ളിൽ. അതും കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് ഇത് നാണക്കേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പോയിന്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ഇറാൻ എന്തുകൊണ്ട് 2 ആഴ്ചത്തെ സീസ് ഫയറിന് സമ്മതം മൂളി, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡേഴ്സിന്റെ എലിമിനേഷൻ അവരെ ബാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മൊത്തത്തിൽ അവർ പറയുന്നത് ഒരു ലീഡർ പോയാൽ മറ്റൊരു ലീഡർ വരും. ഞങ്ങളുടെ IRGC എന്ന് പറയുന്നത്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് കോപ്സ് എന്ന് പറയുന്നത്, ഇതൊരു വലിയ സംവിധാനമാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് 1-2 ലീഡേഴ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇത് നിന്നു പോകുന്നൊരു പ്രസ്ഥാനമല്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിയാണ്, അത് അങ്ങനെ നിന്നു പോകുന്നൊരു പ്രസ്ഥാനമല്ല. അത് വളരെ വലിയ ഒരു ഭീകര പ്രസ്ഥാനമാണ്. അത് തന്നെയാണ് ലെബനാൻ എന്നുള്ള രാജ്യത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഗാസയ്ക്കുള്ളിൽ ഹമാസിന്റെ രൂപത്തിലുള്ളത്. അത് തന്നെയാണ് യമന്റെ ഉള്ളിൽ ഹൂത്തികളുടെ രൂപത്തിലുള്ളത്. ഇത്തരത്തില് പ്രോക്സികളെ മിഡിൽ ഈസ്റ്റ് എമ്പാടും വ്യാപകമായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വൈറസ് പോലെ, ഒരു ക്യാൻസർ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് IRGC. പിന്നെ എങ്ങനെയാണ് IRGCയെ 2-3 ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തതുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്നത്? അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് IRGC തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആയത്തുൽ അലി ഖമനേയിയല്ല, മുജ്തബ ഖമനേയിയല്ല, ഇനി എത്ര ഖമനേയിമാര് കൊല്ലപ്പെട്ടാലും IRGC ഇങ്ങനെ തന്നെ ഉണ്ടാവും. IRGC അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ
അത് ഇറാനിയൻ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ആവർത്തിച്ച് നെതന്യാഹു വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ എന്തായാലും ഷഹബാസ് ഷെരീഫ് ചോദിച്ചതുപോലെ 2 ആഴ്ചത്തേക്ക് കൂടി ട്രംപ് ടൈം ലൈൻ നീട്ടി കൊടുക്കുമോ, ഇറാൻ 2 ആഴ്ചയ്ക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്ത് വെക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.